സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കും. അത് പാർട്ടി തീരുമാനം, BJP തീരുമാനമാണ്. വേറെ ആരും നിങ്ങൾ പലരും അവൻ ചോദിച്ച പോലെ ഞാൻ സ്ഥാനാർത്ഥിയും ചോദിച്ചിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾ വർത്തമാനം പറയുന്നത്? ഒരു സ്ഥലത്ത് ആരുടെങ്കിലും പറ, ഏതെങ്കിലും ഒരുത്തം പറ ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചു. പിന്നെ ചില വട്ടന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുമ്പോൾ അതിന് ഉത്തരം പറയാൻ നമുക്കും അറിയില്ല. അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. BJP മുഴുവൻ പ്രവർത്തകർ വളരെ ആത്മാർത്ഥ മുൻപന്തിയിൽ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഇവിടെ BJP എങ്ങനെയെന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായി അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ്, അതുകൊണ്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആ മൂവ്മെൻറ്റിന് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കള്ളം പറഞ്ഞ് പാരമ്പര്യമൊന്നും എനിക്കില്ല. ഒരു മൂവ്മെൻറ്റിന് ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനീറ പ്രവർത്തനത്തിലായി. മനസ്സിലായില്ലേ? എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും അത് എല്ലാവരും മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് മിതത്വം പാലിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. ആർക്കറിയാം, വിളിച്ചാലേ പോകണ്ടുള്ളൂ. NDA മുന്നണിയാന്ന് ഇത് നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തല്ലോ. അതായത് എന്നെ വിളിക്കാതെ ഞാൻ പോണോ? വിളിക്കാൻ ഈ സഹോദരൻ പറഞ്ഞതനുസരിച്ച് വിളിക്കാൻ സാധ്യതയില്ലല്ലോ ഇല്ലേ? അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ. എനിക്കതിന് സൗകര്യമില്ല. വിളിച്ചില്ലേ പോണത്? എവിടുത്തെ നിയമോ? വിളിക്കണം അല്ലെ പോ. ഞാൻ അങ്ങനെ വെറും ചന്തയായിട്ട് കണക്കല്ല. അപ്പോൾ ആയിക്കോട്ടെ, തീർന്നല്ലോ. ഈ പിണക്കം ഇതെല്ലാം നിങ്ങളുടെ മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഞാൻ വളരെ വ്യക്തമായി 2-3 വേദികളിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞാൻ പത്തനംതിട്ട ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ്. ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി, ശ്രീ നരേന്ദ്രമോദിജി ചെയർ ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇനി പാർട്ടി ഒരു ഉത്തരവാദിത്വം തന്നു. ഉത്തരവാദിത്വം ഐ വിൽ ബി എൻഷുറിങ് ദറ്റ് ഐ വിൽ ബി വിന്നിങ് ദ ഇലക്ഷൻ ഹിയർ. അതിന് ശ്രീ PC ജോർജിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. 7 പ്രാവശ്യം ഇവിടെ MLA ആയിരുന്നു. 40 വർഷം 50 വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയത്തിലുണ്ട്. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അധികായരായ രാഷ്ട്രീയക്കാരിലൊന്നാണ്. അപ്പം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ, ഞാനിവിടെ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം തേടി അദ്ദേഹത്തിൻ്റെ എല്ലാ അഡ്വൈസോട് കൂടെ തന്നെയായിരിക്കും ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എല്ലാ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.